അപ്പോൾ പതിവ് പോലെ അടുത്തൊരു വീക്കെൻഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഔട്ടിങ്ങിന് പോകാം. ഔട്ടിങ്ങും നൈറ്റ് റൈഡും ഒന്നുമല്ല ഉദ്ദേശം, ഫുഡ് കഴിക്കുന്നതാണെന്നുള്ളത് വേറൊരു സത്യം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്, ആദ്യം രാജുക്കി ചായ കണ്ടു, പിന്നെ അവിടെ കയറണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ പോകുന്നത് മുസ്തഫ ജ്യൂസ് സെൻറ്ററിലാണ്. ഇവിടെ ചൂടായത് കാരണം എന്തെങ്കിലും തണുത്തത് കുടിച്ചാൽ മതിയെന്നായിരുന്നു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് മാംഗോ ഷേക്കാണ്. ഈ ഡെക്കറേഷൻ മാത്രമല്ല, അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരെണ്ണം കൂടി വാങ്ങി കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ആ മാങ്ങയൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ ഉണ്ടല്ലോ, എന്താ ടേസ്റ്റ്. അവിടെ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. ഇനിയത്തെ ഉദ്ദേശം എന്തെങ്കിലും കനത്തിന് കഴിക്കണമെന്നാണ്. ഇവിടെ നൈറ്റ് കാണാനാണ് ഏറ്റവും ഭംഗി. ഇവിടെ നൈറ്റ് കറങ്ങി നടക്കാൻ ഭയങ്കര രസമാണ്. ആ ഒരു ഫീലിംഗ് എന്താണെന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല, പക്ഷേ എന്തോ ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ട്. ഇത് ഇവിടുത്തെ മതിലിലെല്ലാം ഈ പഴയ ബോളിവുഡ് നടന്മാരുടെ നടിമാരുടെ ഒക്കെ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് റീഗൽ തിയേറ്റർ. ഇവിടുത്തെ പഴയ ഒരു തിയേറ്ററാണ്, അതുകൊണ്ട് തന്നെ ഈ പ്ലേസിൻ്റെ പേരും റീഗൽ എന്ന് തന്നെയാണ്. അങ്ങനെ പിന്നെ ഇതാണ് നമ്മുടെ കോസ്വേ. ഇതിനെപ്പറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, മുംബൈയിൽ വന്നിട്ടുള്ളവരെല്ലാം കോസ്വേയിൽ ഒരു ഷോപ്പിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ സ്ഥലമെത്തി. ഇതാണ് നമ്മുടെ ഷവർമ സ്പോട്ട് എന്ന് പറയുന്നത്. ഇവിടെ അധികം ഷവർമേൻ്റെ സ്പോട്ടൊന്നും നമുക്കറിയത്തില്ല, ഇത് മാത്രമാണ് അടുത്തുള്ളത്. അപ്പം ഷവർമ കഴിക്കേണ്ടപ്പോഴെല്ലാം നമ്മൾ ഇങ്ങോട്ടേക്കാണ് ഓടി വരുന്നത്. ഇവിടെ ഉണ്ടല്ലോ 2 ടൈപ്പിൽ ഷവർമ കിട്ടും. ഒന്ന് പൊറോട്ടയിൽ ചുരുട്ടിയും മറ്റേത് കുബൂസ് ചുരുട്ടിയും. നമുക്ക് കുബൂസാണ് ഇഷ്ടം, അപ്പോൾ പിന്നെ നമ്മൾ അത് വാങ്ങി. ഇതാണ് ഷവർമയുടെ ഒരു ക്വാണ്ടിറ്റി. പിന്നെ പോരാത്തതിന് ഇതിനകത്ത് ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ വെച്ചിട്ടുണ്ട് അവർ. എനിക്ക് പേഴ്സണലി നെരൂൾ സ്റ്റേഷനിൽ കിട്ടുന്ന ആ ഒരു ഷവർമയാണ് ഇഷ്ടം. അതിനെ വെല്ലാൻ വേറെ ഒരു ഷവർമയ്ക്കും പറ്റൂല. എനിക്ക് കുറച്ചുകൂടി ഫ്രൈഡായിട്ടൊക്കെ ഉള്ള ചിക്കനുള്ള ഷവർമയാണ് ഇഷ്ടം. ഇങ്ങനെ ഇത്രയും വെള്ള ഇറച്ചി, ഈ മൂക്കാത്ത ഇറച്ചി എനിക്കിഷ്ടമല്ല. ഇവന് പക്ഷെ തിരിച്ചാണ്, ഇവന് കുറച്ചുകൂടി സ്റ്റീമഡായിട്ടും വെന്ത അങ്ങനത്തെ ടൈപ്പാണ് ഇഷ്ടം. ഷവർമ കഴിച്ചപ്പോൾ പിന്നെ ദാഹിച്ചു. അപ്പം നമ്മളതേ വീണ്ടും തിങ്ക് ജ്യൂസിലേക്ക് പോയി. നമ്മൾ രണ്ടാളും ലൈം ജ്യൂസും പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഇവിടെ ഇറങ്ങിയത്. പക്ഷെ ഇവിടെ വന്ന് ഇത് കണ്ടപ്പോഴത്തേക്കും ഞാൻ എൻ്റെ പ്ലാൻ മാറ്റി. ഈ ചീസ് കേക്ക് ഫ്ലേവേർഡ് ഷേക്ക് മതി എന്ന് പറഞ്ഞു ഞാൻ ആ പടം കണ്ട് വാങ്ങിയതാണ്. എന്നെ അവർ പറ്റിച്ചു ഗൈസ്. പോരാത്തതിന് അവൻ്റെ കളിയാക്കലും കൂടെ ആയപ്പോഴത്തേക്കും അത് പെട്ടെന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ നമ്മൾ അമ്പിളിമാമനെയൊക്കെ കണ്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ട് പതുക്കെ വീട്ടിലേക്ക് പോയി.